ഈ കുരിശിനെയും കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് വിട്ടോണം, അല്ലേൽ രണ്ടിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പൂവൻ പറഞ്ഞു. അവസാനം അതിനെയും പൊക്കി പിടിച്ച് താറാക്കുട്ടി തന്റെ കൂട്ടിൽ തന്നെ വന്നു. കുഞ്ഞാണെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ദിവസങ്ങൾ പോവാൻ തുടങ്ങി. താറാക്കുഞ്ഞ് കുറെ ഇലകളും ഓട്സും ഒക്കെ കൂട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഭക്ഷണത്തിന്റെ അളവുകൾ കൂടി കൂടി വന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു കള്ളക്കുറുക്കൻ താറാക്കുഞ്ഞിനെ പിടിക്കാൻ പാഞ്ഞു വന്നു. താറാക്കുഞ്ഞിനെ കിട്ടിയില്ല. പക്ഷേ കുറെ കോഴികളെ ചാക്കിട്ട് പിടിച്ച് അതുകൊണ്ട് കടന്നു കളയാൻ നോക്കുമ്പോൾ പൂവൻ വന്നു. രക്ഷിക്കാൻ വന്ന പൂവനെയും പിടിച്ച് കുറുക്കൻ ചാക്കിലാക്കി. ഒരു മാസത്തേക്കുള്ള ശാപ്പാടിന്റെ വകയായെന്ന് പറഞ്ഞതും താറാക്കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ടപ്പേ എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് അടി കിട്ടിയതും ഒരുമിച്ചായിരുന്നു. ദേഷ്യം വന്ന കുറുക്കൻ പിന്നാലെ വന്ന് കൂട്ടിൽ കയറി പിടിച്ചു വലിച്ചു. പക്ഷേ വന്നത് ഒരു കൂറ്റൻ പരുന്താണ്. കുഞ്ഞു സാധനം വളർന്ന് ഒരു പരുന്തായിട്ടാണ് മാറിയത്. ആ സമയം നോക്കി താറാക്കുഞ്ഞ് ചാക്കിൽ നിന്നും കോഴികളെ രക്ഷിച്ചു. കുറുക്കനെ പരുന്ത് ചമ്മന്തിയാക്കി. പേടിച്ച് ഓടിയ കുറുക്കൻ താറാക്കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഓടാൻ തുടങ്ങി. പരുന്ത് പറന്നു വന്ന് കുറുക്കനെ റാഞ്ചി. കുറുക്കനെ മാത്രം അപ്പുറത്തെ തോട്ടിലേക്ക് എറിഞ്ഞു. താറാക്കുഞ്ഞ് പരുന്തിന്റെ മേലെ കയറി അതിനെ അഭിനന്ദിച്ചു. ഗുഡ് ബോയ് എന്ന് പറഞ്ഞു.